CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കും. 14,000 പേരുടെ പട്ടികയിൽ നിന്ന് 4,000 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2 മാസത്തിലേറെയായി സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നാളെ മഹാസംഗമം നടത്തി മടങ്ങാനൊരുങ്ങുകയാണ്. 5 വർഷം ഞങ്ങളുടെ കാത്തിരിപ്പ് നാളെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനിയൊന്നും പറയാനില്ല. കാല് പിടിച്ച് വേണമെങ്കിലും ഓരോരുത്തരടുത്ത് അപേക്ഷിക്കാം. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വേക്കൻസി തന്ന് ഞങ്ങൾക്ക് നിയമനം തരുമെന്ന് കാല് പിടിച്ച് അപേക്ഷിക്കാം. പിൻവാതിൽ നിയമനങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്ന നാട്ടിൽ നേർമാർഗത്തിലൂടെ തൊഴിൽ കണ്ടെത്താൻ ശ്രമിച്ചവരാണിവർ. വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ഒരു സർക്കാർ ജോലി സമ്പാദിക്കുക, കുടുംബം പുലർത്തുക. കഷ്ടപ്പെട്ട് പഠിച്ച് CPO റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. 2 ഘട്ട പരീക്ഷയിലൂടെ അരിച്ചെടുത്ത ഉദ്യോഗാർത്ഥികളായിട്ടും ആകെയുള്ളതിന്റെ പകുതി പേരെ പോലും നിയമിച്ചിട്ടില്ല. നമ്മളിവിടെ മുട്ടിലഴിഞ്ഞു, നമ്മൾ തലമുണ്ടനം ചെയ്തു, പകുതി മീശയെടുത്തു, പച്ചപ്പുല്ല് തിന്നു, മണ്ണ് തിന്നു. അപ്പം മിനിമം നമ്മുടെ ലിസ്റ്റിൽ നിന്നും ഒരു 70% 80% നിയമനമെങ്കിലും നമ്മൾ നടത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നമുക്ക് പറയാനുള്ളത്. 13,975 പേരുൾപ്പെട്ട പട്ടികയിൽ നിയമന ശുപാർശ ലഭിച്ചത് 4,029 പേർക്ക് മാത്രം. തൊഴിൽ കിട്ടാതായതോടെ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി വിവിധ സമര രീതികൾ. നാളെ മുതൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇവരുടെ മുന്നിൽ. നാളെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥകൾ പലരും ആത്മഹത്യ എന്നുള്ള രീതിക്ക് തന്നെ പോവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയാണ്. പ്രതീക്ഷയുടെ കിരണം അസ്തമിച്ചു എന്നറിഞ്ഞിട്ടും പ്രതീക്ഷ കൈവിടാൻ ഇവർ ഒരുക്കമല്ല. കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ യുവാക്കളാണിത്. കഴിഞ്ഞ 60ഓളം ദിവസമായി ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരത്തിലാണ്. അതും അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി. ഇനി റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ വെറും 1 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കാക്കി അണിയുക എന്ന ഇവരുടെ സ്വപ്നം സെക്രട്ടേറിയറ്റ് പടിക്കലിൽ തന്നെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ട ദുരവസ്ഥയിലാണ് ഈ യുവാക്കൾ. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.